ആമേൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക്, വചന കേൾവിയിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ശുശ്രൂഷയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങളോടുകൂടി അവരും ദൈവവചനം കേൾക്കും, അവരും അനുഗ്രഹിക്കപ്പെടും, അവരും ദൈവത്തിൻ്റെ സാക്ഷികളായി മാറും. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും മാക്സിമം ഈ മീറ്റിങ്ങിനെ, ഈ മെസ്സേജിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ് റിന്യൂവൽ ആൻഡ് മെൻ്റൽ കപ്പാസിറ്റി ആൻഡ് സ്പിരിച്വൽ കപ്പാസിറ്റി. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇന്നലത്തെ മെസ്സേജ് എനിക്കറിഞ്ഞൊരു ഓരോ ദിവസവും ഇതിനകത്ത് സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അത് എന്നോട് ചില മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു. ഇതിനകത്ത് അനുഭവങ്ങളുള്ളവർ വരും, വേണ്ടാത്ത എല്ലാത്തിനെയും മാറ്റും. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം കൂടെ തന്നെയാണ്. നമുക്ക് ആളെണ്ണത്തിലല്ല, വചനം അത് നല്ല നിലത്ത് വീഴണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് എൻ്റെ മാത്രമല്ല, ഏതൊരു പ്രീച്ചറുടെയും ആഗ്രഹമാണ്. അത് നല്ല നിലത്ത് വീഴണമേ, അത് മുളയ്ക്കണമേ. എന്തായാലും കർത്താവ് ഇപ്പോൾ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിന് അങ്ങനെയുള്ളൊരു വലിയ കൂട്ടത്തെ കർത്താവ് ഒരുക്കി തന്നതിനായി സ്തോത്രം. ഓരോ ദിവസവും സാക്ഷ്യം പറയുന്നവരുടെ ദൈവവചനത്തിൻ്റെ അനുഭവങ്ങൾ, വചനം കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നവരുടെ എണ്ണത്തിൽ വലിയ അളവിലുള്ളൊരു വർധനവ് കർത്താവ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഇന്ന് ഇതുവരെയും ഒരനുഭവവും നിങ്ങൾക്കുണ്ടായിട്ടില്ലെങ്കിലും നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ഇന്നത്തെ വചന കേൾവിയിലൂടെ നിങ്ങൾക്ക് ദൈവത്തിങ്കൽ നിന്ന് ഒരനുഭവം ഉണ്ടാകും. ആമേ. അതിനെന്താ വേണ്ടതെന്നറിയാവോ? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഹൃദയം നിങ്ങളിപ്പോൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, നിങ്ങളിരിക്കുന്ന ഈ ചാനലിൻ്റെ മുമ്പിൽ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിൽ, ഈ സമയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കണം. എന്നിട്ട് പറയണം, വേണ്ടാത്തൊരു ഫോൺ കോൾസ് വരരുത്, വേണ്ടാത്തൊരു ചിന്ത വരരുത്, വേണ്ടാത്ത ഒരു വിളിയും വരരുത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകും. അനുഭവങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നാണ്, മൈൻഡിൽ നിന്നാണ്. ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം ഒരുക്കിയെടുക്കേണ്ടതിന്, ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സാധാരണ കാര്യങ്ങളല്ല, അസാധാരണമായ കാര്യങ്ങളാണ്. ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ നടക്കുന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നിടത്തോളം, ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, അതൊരു ഡിവൈൻ പർപ്പസാണ് നടക്കുന്നത്. ഇപ്പം എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പസ് ഈ ലോകത്തിലെല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല. ആണോ? അല്ല. ഞാനും നിങ്ങളും ചെയ്യുന്ന കാര്യം ഇതൊരു ഡിവൈൻ പർപ്പസാണ്. ഇതൊരു ദൈവിക മുന്നറിവിനാൽ ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിവൈൻ പർപ്പസാണ്. ഒരാത്മീയൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് 4 പേരെ പോലെ ആകണം. അല്ല, ഒരാത്മീയൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു വ്യത്യസ്തനാകണമോ എന്നോ ആണ്. വ്യത്യസ്തനാകണമെന്നാണ്. ആ വ്യത്യസ്തനാകുക എന്ന ചിന്തയ്ക്കകത്ത് തന്നെ ഒരു വേർപാടുണ്ട്. എനിക്ക് അപ്പുറത്തവനെ പോലെ ആകണ്ട, എനിക്ക് ഇപ്പുറത്തവനെ പോലെ ആകണ്ട, എനിക്ക് വേറെ ആരെയും പോലെ ആകണ്ട, എനിക്ക് ആ രാഷ്ട്രീയക്കാരനെ പോലെ ആകണ്ട, എനിക്ക് ഈ ലീഡറെ പോലെ ആകണ്ട, എനിക്ക് വ്യത്യസ്തനായാൽ മതി. ആ വ്യത്യസ്തനാകുക എന്ന ഒരു ചിന്തയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേകമാകുന്ന ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നൊരു സൈൻ അത് തരുന്നുണ്ട്. ആ വ്യത്യസ്തമാകുന്ന എന്ന പദമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡിവൈൻ പർപ്പസ്. നിങ്ങൾ ഒരു ഡിവൈൻ ഫാമിലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനകത്തൊരു ഡിവൈൻ പർപ്പസ് നടക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവൈൻ പർപ്പസ് നടക്കണം. ഒരു ഡെലിവറൻസ് നടക്കുക എന്നതിനേക്കാളും ഒരു ഡിവൈൻ
പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നടന്നാൽ ഡെലിവറൻസ് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോംബോ പാക്കാണത്. അതതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഫ്രീബിയാണ്. പ്രൈസ് ദ ലോർഡ്. എന്നൊരു ഡെലിവറൻസ് മാത്രം കിട്ടിയാൽ ഡെലിവറൻസ് കിട്ടിയവൻ അങ്ങ് പോകും. അവൻ ഒരിക്കലും കർത്താവുമായിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം മേടിച്ചവർ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചവർ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ച് വയർ നിറഞ്ഞ എല്ലാവരും കർത്താവിൻ്റെ കൂടെ പിന്നെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു? ഇല്ല. ശിഷ്യന്മാർ പോലും കർത്താവിൻ്റെ കൂടെ ആ ക്രൂശീകരണ സമയത്ത് ഇല്ലായിരുന്നു. അവർ ദൂരെ മാറി നിൽക്കുമായിരുന്നു, ദൂരെ മാറി നിന്ന് വീക്ഷിക്കുമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഒരു ഡെലിവറൻസ് അല്ല നമുക്ക് വേണ്ടത് ഡിവൈൻ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പറഞ്ഞേ, എൻ്റെ ലൈഫിലൊരു ഡിവൈൻ പർപ്പസ് നടക്കണം. എൻ്റെ ലൈഫിലൊരു ഡിവൈൻ പർപ്പസ് നടക്കണം. ഒരു ഹെവൻലി പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ലൈഫിലൊരു ഹെവൻലി പർപ്പസ് ഇന്ന് നടക്കും. എൻ്റെ ലൈഫിലൊരു ഡിവൈൻ പർപ്പസിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. സോ അത് നടക്കും. ആ ഹെവൻലി പർപ്പസ് അല്ലെങ്കിൽ ഡിവൈൻ പർപ്പസ്, ഒരു ഡിവൈൻ അസൈൻമെൻറ്റ്, ഒരു ഡിവൈൻ എൻകൗണ്ടർ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ, വീട്ടിൽ, നമ്മുടെ ലൈഫിൽ വെറുതെ നടക്കത്തില്ല. അതൊരു മൈൻഡ് ട്രാൻസ്ഫോർമേഷനിലൂടെ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഞാനിങ്ങനെ പറയാം, ഒരു മൈൻഡ് ട്രാൻസ്ഫിഗറേഷനിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം മനസ്സിനകത്ത് ഇപ്പോഴുള്ള ഒരു 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 വെളിച്ചത്തെക്കാളും മറ്റൊരു ഗ്ലോറി ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഹെവൻലി പർപ്പസ് നമ്മുടെ ലൈഫിൽ ദൈവം നടത്തിയെടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയെടുത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പർപ്പസ് അറിയണമെങ്കിൽ, എൻകൗണ്ടറുകൾ മനസ്സിലാകണമെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ, സ്പിരിച്വൽ അതോറിറ്റീസ് നമ്മിൽ ആക്റ്റീവായി തുടങ്ങണമെങ്കിൽ, സ്പിരിച്വൽ ഗിഫ്റ്റ് നമ്മിൽ വേറെ ആത്മാവിലൊന്നും അല്ലാണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ അത് റൺ ചെയ്യണമെങ്കിൽ, നമ്മുടെ മൈൻഡ് ദൈവത്തിൻ്റേതുപോലെ ആകണം, ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെ ആകണം. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനകത്ത് വേറൊരു രീതിയിലേക്കാകാൻ, നമ്മുടെ മനസ്സ് വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലേക്കാണ്? ഈ ലോകത്തിന് അനുരൂപമാകുന്നത് പോലെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചില ആൾക്കാർ പുതിയൊരു ഫാഷൻ, പുതിയൊരു പാറ്റേണിലുള്ള ഡ്രസ്സ് ഇറങ്ങിയാലുടൻ ആ ഡ്രസ്സ് അവർക്ക് മേടിച്ചേ പറ്റൂ. അതില്ലെങ്കിൽ പിന്നെ അവർക്ക് നാണക്കേട് പോലെയാണ്. ആ ഡ്രസ്സ്, ആ ഒരു പാറ്റേണിലെ ഡ്രസ്സ് അല്ല അവർ വെയർ ചെയ്ത് പുറത്തിറങ്ങുന്നതെങ്കിൽ അവരെ ആരോ കല്ലെറിയും പോലെയാണ്. അവർക്ക് ആ പാറ്റേണിലെ ഡ്രസ്സ് വേണം. ആ രീതിയിലത്തെ ഒരു കോംബോ അവർക്ക് വേണം. അതിൻ്റെ കൂടെ ഇതേ ചേരത്തുള്ളൂ ആ ഒരു ലെവലിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സും ഈ ലോകത്തിൻ്റെ സിസ്റ്റവുമായിട്ട് ഒരുമിച്ച് സഹകരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ അങ്ങനെ നടന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെങ്ങനെ വിചാരിക്കും? ഞാൻ ഒരു കാര്യം കൂടെ കറക്റ്റ് ചെയ്ത് തരാം. നമ്മളെല്ലാവരോടും മിണ്ടുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും ശരിക്കും നമുക്ക് അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അതോ ഞാനിനി മിണ്ടിയില്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും, ഞാനിനി അങ്ങോട്ട് വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും, കാണുമ്പോൾ ഒന്നൊരു ഹായ് പറഞ്ഞില്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും, നമ്മളെക്കുറിച്ച് അവരെന്തോ വിചാരിക്കും, ആ വിവാഹത്തിന് പോയില്ലെങ്കിൽ നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ? അല്ല, ഇനി പോയില്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും, കണ്ടില്ലെങ്കിൽ എന്തോ വിചാരിക്കും, ഒരു മെസ്സേജ് ഇട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്നത്
മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഒരു മീറ്റിംഗ് പോലും യേശു കർത്താവ് അങ്ങനെ നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. യേശുവിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പിതാവ് എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. കർത്താവിൻ്റെ വാക്കുകളൊന്നും ആരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന വാക്കുകളല്ല, പകരം തൻ്റെ വാക്കുകളാൽ അവർ ആകർഷിക്കപ്പെട്ടതാണ്. അത് മനസ്സിൻ്റെ വ്യത്യാസമാണ്. നമ്മളുടെ മനസ്സ് ഈ ലോകത്തിന് അനുരൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നില്ലെങ്കിലും അവരെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നത്. അയൽവക്കക്കാരനോട് നമുക്കൊരു അസ്വസ്ഥത ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും അവരെ കാണുമ്പം നമ്മളൊരു ഹായ് പറയുന്നത്, നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയുന്നത്, എന്തുകൊണ്ട് വിശേഷം ചോദിക്കുന്നത്, അവരുടെ വിശേഷം അറിയാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടല്ല, നമുക്കതങ്ങനെ പറ്റൂ. കാരണം ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയല്ലേ, അപ്പോൾ എനിക്കിവിടെ ജീവിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും തുടങ്ങിയ ചിന്തകൾ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ ചേരില്ല. ഈ മനസ്സും ദൈവത്തിൻ്റെ അധികാരവും തമ്മിൽ ചേരില്ല. ഈ മൈൻഡ് സെറ്റും ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ചേരില്ല. ഈ ആറ്റിറ്റ്യൂഡും ഡിവൈൻ ആറ്റിറ്റ്യൂഡും തമ്മിൽ പൊരുത്തപ്പെടത്തില്ല. ആത്മാവിൻ്റെ ഇഷ്ടം ജഡത്തിനും, ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനും, ജഡത്തിൻ്റെ അഭിലാഷം ആത്മാവിനും പ്രതികൂലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ലോകത്തിന് അനുരൂപപ്പെട്ടിരിക്കുന്ന മനസ്സിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിന് ഇഷ്ടപ്പെട്ട, അനുരൂപപ്പെട്ട് നിൽക്കുന്ന, ലോകത്തിനെ പോലെ നമ്മളായിരിക്കുന്ന, ലോകത്തെ പോലെ ആകുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നാം പുറത്തേക്ക് മാറുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു മെസ്സേജ് എടുത്ത സമയത്ത് തുടക്ക സമയം ഭയങ്കരമായിട്ടുള്ള കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് വന്നായിരുന്നു. അപ്പോൾ 1, 2, 3, 4, 5, 7, 8, 9, 10 പേര് മീറ്റിംഗ് കണ്ടിട്ട് വചനമൊന്നും അവിടെ വിഷയമല്ല, വചനം എന്ത് പറയുന്നു ഏതൊന്നും അല്ല, സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ ചെറുക്കൻ കളർ ഉടുപ്പിടുന്നു. കളർ ഷർട്ടാണ് ഇടുന്നത്, കളർ ഷർട്ട് ഇടുന്നു. അപ്പം സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്ററിന് വല്ല വിഷമവും തോന്നുമോ? ഞാൻ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ തോന്നുമോ ഇല്ലയോ എന്നുള്ളത്. വിഷമം വരേണ്ടതാണെങ്കിൽ വിഷമം തോന്നും. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഒരു ദൈവദാസനല്ലേ? പറഞ്ഞു, അല്ല എന്നാരെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു പാസ്റ്ററിന് ഷർട്ട് ചേരുന്നില്ല. അപ്പോൾ ഷർട്ട് ഇടാതിരിക്കണോ? അല്ല, പാസ്റ്റർ വൈറ്റ് ഷർട്ട് ധരിക്കണം, വൈറ്റ് ഷർട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം വൈറ്റ് ഷർട്ട് ധരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ഞാനിങ്ങനെ പരതി. അപ്പോൾ എൻ്റെ ബുദ്ധിക്കകത്തൊന്നും വന്നില്ല വൈറ്റ് ഷർട്ട് ധരിക്കുന്നതിൽ പ്രത്യേകിച്ച് അങ്ങനെ. വൈറ്റ് ഷർട്ട് ധരിച്ചാൽ പരിശുദ്ധാത്മാവ് മുഴുവനായിട്ട് ഇറങ്ങി നിൽക്കും. കളർ ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിരൽ മാത്രമേ തൊടത്തുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ ബൈബിളിൽ കാണുന്നില്ല. അപ്പം ഷർട്ടും ദൈവവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഷർട്ടും ദൈവവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ മുടന്തൻ നടക്കത്തില്ല. കാരണം മുടന്തൻ ഷർട്ടല്ല അന്നിട്ടിരുന്നത്, ദൈവശക്തിയാണ് ആ മനുഷ്യനെ സൗഖ്യമാക്കിയത്. അപ്പോൾ മുടന്തൻ ഇന്നും നടക്കത്തില്ല. മുടന്തൻ ഇന്നും ആ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനും ഈ ഒരു ഇതും തമ്മിൽ എനിക്ക് യാതൊരു പൊരുത്തപ്പെടുന്ന ഒരു ആശയവുമല്ല. ഷർട്ടിന് നിറം മാറുമ്പം അവിടെ പിന്നെ ചെകുത്താനാണ് കയറിയിരിക്കുന്നത്. ഷർട്ടിൻ്റെ നിറം മാറിയ ദൈവം പിന്നെ ഇടപെടത്തില്ല. ഷർട്ടിൻ്റെ വെള്ളയല്ലാത്ത ഷർട്ട് ഇടുന്നവന്മാരെല്ലാം ഭൂതത്തിൻ്റെ ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്. ഇത്യാദി ചിന്തകളൊന്നും എൻ്റെ തലയ്ക്കകത്ത് കയറത്തില്ല. എനിക്കറിയാം എന്നെ ഏത് സ്പിരിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അതങ്ങ് പോയി. അടുത്ത ദിവസം ഞാനൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ട്, വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ് ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ബ്ലാക്ക് ഷർട്ട്, അത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ചേരുന്ന നിറമല്ല ബ്ലാക്ക്. ക്രിസ്ത്യാനിക്ക് ബ്ലാക്ക് ഷർട്ടേ ചേരത്തില്ലാതെ ഉള്ളോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ അവിടെ ആകെ കുഴയും.
പിന്നെ പെയിൻറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ബ്ലാക്ക് ഷർട്ട് ഒരിക്കലും ചേരുന്നില്ല. പ്രത്യേകിച്ചൊരു പാസ്റ്ററിന് ബ്ലാക്ക് ഷർട്ട് ഇട്ട് പ്രസംഗിക്കാൻ പാടുള്ളതല്ല. കാര്യം എന്താ? കറുപ്പ് സാത്താൻ്റെ നിറമാണ്. ഇതൊക്കെ എവിടെ എഴുതി വെച്ചേക്കുന്നു എന്തോ ബൈബിളിൽ. ഈ കറുപ്പ് സാത്താൻ്റെ നിറമാണ്. ഈ ഇരുട്ടിൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നതാണ് ഈ കറുപ്പ് സാത്താൻ്റെ നിറം. അപ്പം ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ ബ്ലാക്ക് ഷർട്ട് ധരിച്ചിട്ടായിരുന്നോ സാത്താൻ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നേ? ചിന്തിക്കണ്ടേ? എവിടെ ആരെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എടുത്ത് തലയ്ക്കകത്ത് കയറ്റി അതങ്ങനെ വായിക്കൂടെ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട്. വലിയ BTH MD ഡോക്ടറേറ്റ് ഒന്നും കാണത്തില്ല, പക്ഷെ നമുക്കൊരു കോമൺ സെൻസ് കർത്താവ് തന്നിട്ടുണ്ട്, ഇല്ലേ? ഒരു കോമൺ സെൻസ് കർത്താവ് തന്നിട്ടുണ്ട്. കറുപ്പ് സാത്താൻ്റെ നിറവാണ്. ഇതൊക്കെ പറയുമ്പോൾ ബൈബിൾ എടുത്തു വെച്ച് വേണം സംസാരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ, ഒരിക്കലും എടുക്കാൻ പറ്റാത്ത കാര്യമാണ്. കറുപ്പ് സാത്താൻ്റെ നിറമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് എനിക്ക് സമയം കുറവാണ്. ഞാൻ അതുകൊണ്ട് ഇനി ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് മാറും. കറുപ്പ് സാത്താൻ്റെ നിറമാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതും അവിടെ നിന്ന് തിരുത്തി. നോക്കൂ, ഞാനിടുന്ന മാന്യമായിരിക്കണം. ഞാൻ വരുന്നതൊരു ഓഡിയൻസിൻ്റെ മുന്നിലാണ്. എനിക്ക് മോശമായി അവരെന്നെ കാണുന്ന ഇത്രയും ഭാഗം, അത് അവരെ ക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ വേറെ മാറ്റുന്ന ലെവലിൽ ഞാൻ വസ്ത്രം ധരിച്ചാൽ, ഞാനൊരു സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ, ഞാൻ ബട്ടണെല്ലാം തുറന്നിട്ടിട്ടാണ് നിങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതെങ്കിൽ, അകത്തൊരു ടീഷർട്ടും പുറത്തൊരു നമ്മുടെ യോയോ ലെവലിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതെങ്കിൽ, അത് പാപമല്ല, അത് തെറ്റാണ്. കാരണം ആൾക്കാർ നോക്കുന്ന എൻ്റെ ഷർട്ടിലായിരിക്കും, അകത്ത് കിടക്കുന്ന ബനിയനിലായിരിക്കും. അവരുടെ ശ്രദ്ധ മാറിപ്പോൾ അവർക്ക് വചനം എടുക്കാൻ പറ്റില്ല. എന്നാൽ മാന്യമായ ഒരു നിറം, മാന്യമായ ഒരു വസ്ത്രം, മാന്യമായ ഒരു പാറ്റേണിലാണ് ഇരുന്ന് ദൈവവചനം സംസാരിക്കുന്നതെങ്കിൽ അവിടെ ജനത്തിൻ്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകത്തില്ല എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. ഈ ഷർട്ട് ഇടുന്നതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റുഡിയോയുടെ ലൈറ്റും ഈ ക്യാമറയും ഈ ലൈറ്റിംഗ്, ഇതൊരു ഇൻഡോറിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് വേണം നമ്മുടെ ഫേസ് നിങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പം ഇതെല്ലാം കൂടെ മാന്യമാക്കി ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് നാം ദൈവവചന വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ലോകത്തിന് അനുരൂപം. അവർ വെള്ള ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവം തമ്മിൽ ഈ ശുഭ്ര വസ്ത്രത്തെ വെച്ചിട്ടാണ് പറയുന്നത് വെള്ള വസ്ത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന്. ഈ വസ്ത്രം വെള്ള ഇട്ടിട്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനസ്സെന്ന് പറയുന്ന സാധനം മുഴുവൻ കറുപ്പിനേക്കാൾ വല്ലാത്ത അവസ്ഥയായാൽ ശുഭ്രവസ്ത്രം ധരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യനോ പുറം നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യനോ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ ഉള്ളത് നോക്കുന്നു. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് ദീപു കൃഷ്ണ എന്ന ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത്. അകത്ത് ഭയങ്കര ആഗ്രഹം ദൈവത്തിനായിട്ട് ജീവിക്കാനുണ്ടെങ്കിലും മനസ്സെന്ന് പറയുന്ന ഒരു സാധനം, എന്തൊരു ഭൂതത്തിൻ്റെ രൂപമായിരുന്നെന്നറിയാവോ? എന്തൊരു ഭൂതത്തിൻ്റെ രൂപം. ഈ രൂപം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ പ്രവർത്തികളാണ്. മനസ്സായിരുന്നു എൻ്റെ ഭയങ്കര ഒരു യുദ്ധക്കളം. എനിക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹമുണ്ട്. ഒരേ സമയം ദൈവത്തിന് വേണ്ടി ചിന്തിച്ച് അതേ സമയം സാത്താന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ളൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ചിരിച്ചോണ്ട് നിൽക്കും, അടുത്ത സെക്കൻഡിൽ ചിരി മങ്ങുന്നത് എപ്പോഴാണെന്നോ, അടുത്ത സെക്കൻഡിൽ പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്നോ ഒരു മനുഷ്യന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റിയാക്ഷൻ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ചിരിച്ചോണ്ട് നിന്നവനെ പിന്നെ കാണുന്ന വേറൊരു മൂഡിലാണ്, വേറൊരു സ്വഭാവം, വേറൊരു ഭാഷ, വേറൊരു ശൈലി, വേറൊരു രൂപത്തിലാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഉള്ളു കണ്ടിട്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചത്. കാരണം എൻ്റെ അകത്ത് അന്തരാത്മാവിൽ വലിയ ദാഹമുണ്ട്. ഇതൊക്കെ മാറണം, ഇതെല്ലാം മാറണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഇത് ദൈവത്തിനും പ്രയോജനമില്ല, മനുഷ്യർക്കും പ്രയോജനമില്ലാത്ത കപടഭക്തിക്കാരനെ പോലെ ജീവിക്കുന്നതിനേക്കാളും, നോട്ട് ദ പോയിന്റ്, കപടഭക്തിക്കാരനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവികമാകുന്ന നിലയിൽ ഒരു മനുഷ്യൻ, ഒരാത്മാവ്, ഒരഭിഷേകം, ഏകദൈവം എന്നൊരു നിലയിൽ ജീവിക്കുന്നതാണ് നല്ലത്
എന്നുള്ള ഒരു ഉള്ളിലത്തെ തീരുമാനമാണ് കർത്താവ് കണ്ടത്. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അകമേ നോക്കുന്നു. ഞങ്ങൾക്ക് ആകെ മൊത്തം ഉണ്ടായിരുന്ന, എനിക്കും എൻ്റെ കുടുംബത്തിനും ആകെ മൊത്തം ഉണ്ടായിരുന്ന പോരാട്ടം എന്ന് പറയുന്ന മനുഷ്യരിൽ നിന്ന് തന്നെയായിരുന്നു കൂടുതൽ. മാനുഷിക നിയമങ്ങൾ, മാനുഷികമാകുന്ന കുറേ ഉപദേശങ്ങൾ, ഇതും ബൈബിളുമായിട്ടൊന്നും ഒരു പൊരുത്തവും ഇല്ലയെന്ന് മനസ്സിലായപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അങ്ങനെ ദൈവം തന്നൊരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം. വെളിപ്പാടുകൾ വേണം നമുക്ക്. വെളിവുകേടല്ല വേണ്ടത്, വെളിപ്പാടുകളാണ് വേണ്ടത്. ഇവരും അവിടെ ഇവിടെ നിന്ന് തട്ടിവിടുന്നത് അങ്ങനെ എടുക്കരുത്. കാരണം തെസലോനിക്കയിലുള്ള ജനം പഠിച്ചതുപോലെ ഈ പറയുന്നതൊക്കെ ബൈബിളിൽ ഉള്ളതുവല്ലോ ആണോ, അത് ഇവന് നേരം പോകാൻ വേണ്ടി ഇരുന്ന് പറയുന്നതാണോ എന്ന് അവർ പൗലോസ് പ്രസംഗിച്ച വചനത്തെ ഇതങ്ങനെ തന്നെയോ എന്ന് ബെറോവയിലുള്ള ജനത്തെക്കാൾ തെസലോനിക്കയിലുള്ള ജനം നോക്കി പഠിച്ചുറപ്പിച്ചിട്ടാണ് ആമേൻ എന്നവർ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം എനിക്കൊരു ഫിസിക്കൽ ചർച്ച തരുമ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ള സ്റ്റഡീസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനകത്ത് പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും സത്യവചനവും സ്നാനം, വിശ്വാസം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ആത്മീയ മണ്ഡലത്തിലെ റെവലേഷൻസ്, ഇത്ര മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു സ്റ്റഡീസും വേറെ മനുഷ്യൻ അധിക ഭാരവും നിയമവും കൊണ്ട് കർത്താവേ മനുഷ്യൻ്റെ മേൽ നിന്ന് നുഖത്തെ മാറ്റിയാണ് കൊണ്ടുപോകുന്നത്. അവരെ അടിച്ചേൽപ്പിക്കുന്ന അമിത നിയമങ്ങളോ ഭാരങ്ങളോ ഒന്നും കാണുകയില്ല. പിന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് എങ്ങോട്ട് വരുന്നു? ഇവിടെ വരുമ്പോൾ നമ്മൾ അടുത്ത സ്വാതന്ത്ര്യ ഇല്ലായ്മകളെയാണ് അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ എന്തോ ചെയ്യാൻ നോക്കും. സമാധാനത്തിന് ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ വചനം കൊണ്ട് കുത്തിമുറിവിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തോ ചെയ്യാൻ നോക്കും. സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വരുമ്പോൾ ചുമ്മാ വാക്കുകൾ കൊണ്ട് അസ്വസ്ഥപ്പെടുത്തുകയാണെങ്കിൽ എന്തോ ചെയ്യാൻ നോക്കും. ഹല്ലേലൂയ. മനസ്സ് ലോകം പറയുന്നത് പോലെ ആകരുത്. മൈൻഡ് ലോകത്തിന് അനുരൂപം ആകരുത്. ഞാൻ ഇനി വെള്ളം ഇട്ടില്ലെങ്കിൽ അവരെന്തോ വിചാരിക്കും ആകരുത്. ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിൻ്റെയും മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷി. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ പോകുന്ന സഭയ്ക്കകത്ത് അവർ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ, ലിസൺ ടു മീ, നിങ്ങൾ പോകുന്ന സഭയ്ക്കകത്ത്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഞാൻ എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു സഭയുടെ അംഗമാണ്, നിങ്ങളൊരു ചർച്ചിൽ പോകുന്നു, അവിടെ ഇങ്ങനെ ആയിരിക്കണം എന്നവിടുത്തെ ദൈവദാസൻ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സഭയിൽ ഉള്ള ഒരു വ്യക്തി ആകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും അവിടെ ഇടർച്ച വരുത്താൻ പാടുള്ളതല്ല. നിങ്ങളതവിടെ നിശ്ചയിക്കേണ്ടതാകുന്നു. ഒരു മനുഷ്യന് ഇടർച്ച വരുത്തുന്നത് പാപം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരു സഭയുടെ അംഗമായിരിക്കുമ്പോൾ അവിടെ സൺഡേ ഇങ്ങനെ പറ്റൂ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അത് ആ മനുഷ്യനെ, ദൈവദാസനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവിടെ പിന്നെ ഒരു ഭിന്നിപ്പുണ്ടാകും. അത് പാടുള്ളതല്ല. അതുകൊണ്ട് ഓർക്കട്ടെ, എനിക്ക് എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ കാര്യവും ഞാൻ എൻ്റെ ഒരു എനിക്ക് ദൈവം തന്നേക്കുന്ന ഒരു റെവലേഷനും ഈ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുന്ന ദൈവമക്കളോട് ഉള്ള എൻ്റെ കാര്യവുമാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത്, ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലേക്ക് ഒരു മനുഷ്യൻ കോൺഫിഗർ ചെയ്യപ്പെട്ടാൽ, ഇനിയാണ് കൂടുതലായിട്ടുള്ള കാര്യം, കോൺഫിഗർ ചെയ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യപ്രകാരം നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതുക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതുക്കപ്പെട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദൈവം ഒരു മനുഷ്യനെ തൻ്റെ ആത്മാവിനാൽ പുതുക്കപ്പെടുമ്പോൾ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ദൈവം ഒരു മനുഷ്യനെ തൻ്റെ ആത്മാവിനാൽ പുതുക്കം ചെയ്യുമ്പോൾ ആദ്യം മാറുന്നത് അവൻ്റെ സാഹചര്യമല്ല. ഹല്ലേലൂയ. ആദ്യം മാറുന്നത് അവൻ്റെ സാഹചര്യമല്ല, ആദ്യം മാറുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഘടനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സാഹചര്യം മാറാനാണെങ്കിൽ ദൈവം ആദ്യം ഇടപെടുന്നത് നമ്മുടെ സാഹചര്യങ്ങളിലേക്കല്ല, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന് എത്തപ്പെടേണ്ടതിന് ആത്മമണ്ഡലം നിയമങ്ങളാൽ പ്രവർത്തിക്കുന്നതാകുന്നതുകൊണ്ട് ആദ്യം ദൈവം ഇടപെടുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് മനസ്സിൻ്റെ ഘടനയെയാണ്.
Because your life moves in the direction of your mind. നിങ്ങളുടെ മനസ്സിൻ്റെ തീരുമാനമനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ദൈവികമാകുന്ന ഒരു ദർശനമോ, ദൈവികമാകുന്ന ഒരു ഇടപെടലോ, ദൈവികമാകുന്ന ഒരു ആശയ കൈമാറ്റമോ കൊണ്ടുവന്ന് നിങ്ങളെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് തെറ്റായിട്ടുള്ളൊരു നിർദ്ദേശം നൽകി നിങ്ങൾ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ സാഹചര്യം മാറുന്നതിനും നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കുന്നതിനും തടസ്സമാണ്. നിങ്ങളെ അതിനകത്ത് നിന്നൊന്ന് റീഡയറക്റ്റ് ചെയ്യണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ മൈൻഡിലൂടെയാണ് നമ്മളോട് ദൈവം അത് കൈമാറുന്നത്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ സ്പിരിറ്റിനും നമ്മുടെ ബോഡിക്കും ഇടയിലുള്ള ഒരു 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 ഡോറാണ് നമ്മുടെ മൈൻഡ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ മൈൻഡിലൂടെ സ്പിരിറ്റിലേക്ക് കാര്യങ്ങൾ കൈമാറണമെന്നുണ്ടെങ്കിൽ ഈ മൈൻഡിൻ്റെ ഘടന, മൈൻഡ് സെറ്റ് കറക്റ്റായിരിക്കണം. ഈ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകുന്ന സമയത്താണ് കർത്താവ് നിങ്ങളുടെ മേൽ മാൻറ്റിൽ പകരുന്നത്. ഒരു ആത്മീയ ഉത്തരവാദിത്വം. മാൻറ്റിൽ എന്ന് പറയുന്നത് കേവലം ഒരു ക്ലോത്ത് മാത്രമല്ല. നമ്മളിത് മാൻറ്റിൽ നിന്ന് കേൾക്കുമ്പം ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് കൈമാറിയ ഒരു ക്ലോത്തിനെ കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷേ ഇത് വെറും ഒരു ക്ലോത്ത് മാത്രമല്ല. ഈ മാൻറ്റിൽ എന്ന് പറയുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റിയും അതോടുകൂടെ ലഭിക്കുന്ന ഒരു അതോറിറ്റിയും കൂടെയാണ്. ഒരു വ്യക്തിയുടെ മേൽ ഡിവൈൻ മാൻറ്റിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി അടുത്ത സെക്കൻഡ് മുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചില പരീക്ഷകൾ അവൻ തെളിയിക്കേണ്ടതായിട്ടുണ്ട്, പരീക്ഷകൾ അവൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പരീക്ഷകൾക്കകത്ത് ദൈവം അവനിലൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും. അവന് കിട്ടുന്ന മാർക്കാണ് ദൈവം അവൻ്റെ മുമ്പിൽ വെക്കുന്ന ടെസ്റ്റ്. അവൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന മാർക്കാണ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒന്ന്, ശേഷി. ആ സെക്കൻഡിൽ അവനൊരു മാനസിക ശേഷി, ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാകും, സ്പിരിച്വൽ കപ്പാസിറ്റി ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയാം. ചില ആൾക്കാർക്ക് വിളിയുണ്ടാകും, കോളിംഗ് ഉണ്ടാവും. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കുള്ളവനാണ്, നിങ്ങളെ ദൈവം ഇന്ന രീതിയിൽ യൂസ് ചെയ്യും, നിങ്ങളെ ദൈവം ഇന്ന വർഷം കഴിയുമ്പോൾ ഇന്ന രാജ്യത്തിലേക്ക്, ഭയങ്കര വിളിയും വാഗ്ദത്വമൊക്കെ ഉണ്ടാകും. എന്നാൽ അവരുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവരാ വിളിയിലേക്ക് ഇതുവരെ എത്തിപ്പെട്ടിട്ടുണ്ടാകത്തില്ല. അന്നേരമായിരിക്കും പറയുന്നത്, എനിക്ക് വാഗ്ദത്വമുണ്ട് ബ്രദറെ, എനിക്ക് ദൈവത്തിൻ്റെ ആലോചന എനിക്കുള്ളതാണ്, കർത്താവ് ഇങ്ങനെ പറഞ്ഞതാണ്, അത് എന്നോടും പറഞ്ഞതാണ്, എന്നോട് ഒരുപാട് ദൈവദാസന്മാർ പറഞ്ഞതാണ് എന്ന് അവർ നമ്മളോട് പറയുന്നത് കേൾക്കാം. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ചില ആൾക്കാർക്ക് വിളിയുണ്ടാകും, ചില ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകും. എന്നാൽ അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ മൈൻഡ് കറക്റ്റ് ആകാത്തത് കൊണ്ട്, അവരുടെ മനസ്സ് അല്ലാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു മാൻറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. അവർക്കൊരു പ്രോമിസ് ഉണ്ട്, പക്ഷേ അവർക്ക് ആ ഒരു മാൻറ്റിൽ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഡിവൈൻ മാൻറ്റിൽ അവരുടെ മേൽ പകരാൻ ദൈവത്തിന് പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിനകത്തുനിന്ന് പൊങ്ങുന്ന ചില ഇമോഷൻസാണ് അതിൻ്റെ ശത്രു. ഒന്നും കൂടെ ഒരു വാക്കുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശത്രു ഒരിക്കലും എനിക്ക് ചുറ്റും വന്ന് കാണുന്ന രീതിയിൽ വേലി കെട്ടിയല്ല എൻ്റെ നന്മകളെ തടയുന്നതും എൻ്റെ വിളിയെ തടയുന്നതും എന്നെക്കൊണ്ടുള്ള ദൈവിക ഉദ്ദേശങ്ങളെ തടയുന്നതും എന്നെ തന്നെ എനിക്ക് ഒരു വേലിയാക്കി, മതിലാക്കി തീർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്, എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ ഞാൻ ദുർശീലം പോകുന്നില്ല, എല്ലാം ഓക്കെയാണ്, പക്ഷെ ഞാൻ എത്ര മാറ്റാൻ നോക്കിയിട്ടും എന്നെ ആ ഒരു ക്യാരക്ടർ മാത്രം മാറുന്നില്ല. കോപിക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് വന്നു പോവും. ആ സമയം എവിടുന്നാന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒരു ദേഷ്യം അങ്ങ് ഇരച്ച് കയറുക. എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും ഒന്ന് കേട്ടാൽ രണ്ട് തിരിച്ച് പറയാതൊരു സമാധാനം വരത്തില്ല. ശത്രു പുറത്ത് നമ്മളിനി വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ് വന്ന് ഹോളോ ബ്രിക്സ് കൊണ്ട് മതിൽ കെട്ടുന്നില്ല. പകരം എന്നെ തന്നെ, എൻ്റെ മൈൻഡിനെ തന്നെ എൻ്റെ സ്പിരിറ്റിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരോധമാക്കി എന്നെ തന്നെ എനിക്കൊരു വേലിയാക്കി, മതിലാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവന് എളുപ്പം.
അതുകൊണ്ടാണ് നമ്മുടെ വായി കൊണ്ട് തന്നെ നമുക്കെതിരായിട്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മുടെ വായി കൊണ്ട് തന്നെ നമുക്ക് ദോഷം വരുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പലതും പറയുന്നത്. എന്നെക്കൊണ്ട് തന്നെ എനിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ലെയർ സൃഷ്ടിച്ചാൽ, ഒരശുദ്ധ മണ്ഡലം ഞാൻ തന്നെ സൃഷ്ടിച്ചാൽ, അത് ഉത്ഭവിക്കുന്നത് എൻ്റെ വായിലൂടെയും എൻ്റെ മനസ്സിലൂടെയാണെങ്കിലും സാത്താന് ഏറ്റവും സന്തോഷം. കാരണം വേറൊരു മതിൽ അവൻ കെട്ടേണ്ട കാര്യമില്ല. നിനക്ക് തന്നെ ശത്രുവാക്കി മാറ്റിയാൽ, നിന്റെ സ്വഭാവങ്ങൾ നിനക്ക് തന്നെ ഒരു കെണിയാക്കി മാറ്റിയാൽ, നിന്റെ വായിലെ വാക്കുകൾ നിങ്ങൾക്ക് തന്നെ ഒരു കെണിയാക്കി മാറ്റിയാൽ, നിങ്ങളുടെ ഉദ്ദേശങ്ങളെ നിങ്ങൾക്ക് തന്നെ വിനയാക്കി മാറ്റിയാൽ സാത്താൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒന്നാണ്. കാരണം ഇവൻ ദൈവിക വിളിയിലേക്ക് എത്താൻ പോകുന്നില്ല, ഇവൻ ഡിവൈൻ പർപ്പസിലേക്ക് കയറാൻ പോകുന്നില്ല, ഇവനെ ദൈവം അംഗീകരിക്കാൻ പോകുന്നില്ല, ഇവന്റെ മേൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മാന്റിൽ ഇവന്റെ മേൽ വീഴാൻ പോകുന്നില്ല. അങ്ങനൊരു മാന്റിൽ ഇവന്റെ മേൽ വീണാൽ ഇവൻ ഏത് നിലവാരത്തിലേക്ക് എത്തും എന്നറിയാവുന്ന സാത്താൻ നിങ്ങളെ തന്നെ ഒരു മതിലാക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ചില എക്സാമ്പിൾ ഇതാണ്. ജലസി, അസൂയ. എത്ര നമ്മളൊരു നല്ല ക്യാരക്ടറുള്ള വ്യക്തി എന്ന് പറഞ്ഞാലും എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, എനിക്കറിയാം. കാരണം ഒരു വ്യക്തി, പരിചയമുള്ളൊരു വ്യക്തി രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആള്, ഒരു മരണമുണ്ടെന്നറിഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാള്, ചർച്ചിൽ ദൈവം എന്ന് കേട്ട് കഴിഞ്ഞാൽ ദൈവം ഉള്ളെടുത്ത് ചെന്ന് ദൈവത്തിന് പ്രൈസ് ദി ലോർഡ് പറയുന്ന ആള്, നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റി എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി, എല്ലാ പ്രവൃത്തികളും നല്ലതാണ്. പക്ഷേ ഒരാൾക്കൊരു നന്മയുണ്ടായി എന്ന് കേട്ടാൽ അന്നേരം മുഖത്തിൻ്റെ ഭാവം മാറും, അന്നേരം വാക്കിൻ്റെ ശൈലി മാറും, അന്നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ചായിരുന്നു കേട്ടോ എന്നൊരു അതുവരെ കുയിൽ കൂവുന്ന പോലെ കൂവിക്കൊണ്ടിരിക്കുന്ന ആൾ സഡൻലി അങ്ങ് സൈലൻ്റ്. നമ്മൾ ഫോൺ എടുത്ത് നോക്കും, കോൾ കട്ടായോ? ഇല്ല. ഹലോ, ഇവിടെ ഉണ്ട്. എന്താ പറ്റി? ഇല്ല, ഒന്നുമില്ല. ശരി, എന്നാ വേറെ ഒന്നുമില്ലല്ലോ, എന്നാ വെച്ചേക്കുവാ. ഫോൺ അങ്ങ് വെച്ചു. അതിനാടാ ഒരു നന്മ വന്നു എന്ന് കേട്ടപ്പോൾ നിനക്ക് സഹിക്കുന്നില്ലേ? അന്നേരം പിന്നെ സംസാരിക്കാൻ വായിൽ വാക്ക് വരുന്നില്ല. നമ്മളെ പറയാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഒരു നന്മയുണ്ടായി, ഒരു ഐശ്വര്യം ഉണ്ടായി, ഒരു പുതിയ സാധനം മേടിച്ചു, ഒരു പുതിയ അനുഗ്രഹം കിട്ടി, വീട്ടിലൊരു സന്തോഷത്തിൻ്റെ കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടോ എന്നറിയാൻ അവിടെ പോയി നോക്കണം. പിന്നെ ഹലോ എന്ന് വിളിക്കുമ്പോഴാ എന്നൊരു മൂളൽ കേൾക്കുമ്പോൾ ആളവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നേ. കാര്യം പിടികിട്ടിയോ? നാട്ടിൽ ഭയങ്കര ആളാണ്, പക്ഷേ മൈൻഡ് സെറ്റ് ശരിയല്ല. രോഗിയെ കാണാൻ പോകാനുള്ള മനസ്സുണ്ട്, ഒരു മരണം വന്നാൽ പോകാനുള്ള മനസ്സുണ്ട്, ഒരു കല്യാണം വന്നാൽ പോകാനുള്ള മനസ്സുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്, നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ്, ദൈവത്തിന് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു മൈൻഡ് സെറ്റ് ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കരയുന്നവരോട് കൂടെ കരയാനാ, കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടതയോട് കൂടെ ഇരുന്ന് കരയാനാ. പക്ഷെ ചിരിക്കുന്നവരുടെ കൂടെ ഇരുന്ന് ചിരിക്കാൻ ഭയങ്കര പാടാ. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതൊക്കെ മാറണം. ഈ മെസ്സേജൊക്കെ അവർ കേട്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. മാറണം. പക്ഷെ അവരുടെ ലൈഫിലേക്ക് നോക്കിയാൽ യാതൊരു രീതിയിലുമുള്ള സമാധാനമോ സന്തോഷമോ അവർക്കുണ്ടാകത്തില്ല. സന്തോഷം വന്നാൽ അടുത്ത സെക്കൻഡ് ദുഃഖമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ന്യായമായും നിയമപരമായിട്ടുള്ളൊരു ലീഗൽ ആക്സസ് സാത്താൻ്റെത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ജലസി, അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ഇതൊക്കെ നമ്മുടെ മേലുള്ള മാൻറ്റിൽ തടയും. നമ്മുടെ മേൽ വന്ന് പതിക്കാനുള്ള ഒരു ദൈവിക ശുശ്രൂഷ, ഒരു ദൈവിക കവറിങ്, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റി, ഒരു ഡിവൈൻ പർപ്പസ് ഒക്കെ നമ്മുടെ മേൽ വരുന്നതിന് വലിയ തടസ്സമാണ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്.
ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എല്ലാവരും ഉണ്ടെങ്കിൽ ആരും ഇല്ല എന്നുള്ള ഫിയർ, കമ്പാരിസൺ, മറ്റുള്ളവരെ വെച്ച് ഇങ്ങനെ തട്ടിച്ച് നോക്കുക. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഒരു ദൈവിക വിളിയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമ്മളിലൊരു ദൈവിക ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നമ്മളെ വിളിക്കുന്നത് ഭൂമിയിൽ നിന്നൊരു മനുഷ്യനല്ല, അഖിലാണ്ടത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിളിയിലേക്ക് ഞാൻ ഉയരണമെങ്കിൽ സാധാരണ പഠിത്തം പോരാ. ഒരിക്കലും ഒരു അക്കൗണ്ടൻ്റ് ആകാനുള്ള പഠിത്തമല്ല ഒരു അഡ്വക്കേറ്റ് ആകാനുള്ള പഠിത്തം. ഒരു അഡ്വക്കേറ്റ് ആകാനുള്ള പഠനമല്ല ഒരു ആർക്കിടെക്റ്റ് ആകാനുള്ള പഠനം. ആർക്കിടെക്റ്റ് ആകാനുള്ള പഠനമല്ല ഒരു ഡോക്ടർ ആകാനുള്ളത്. ആ പഠനമല്ല ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ളത്. എല്ലാം വ്യത്യസ്തം എന്നത് ആ വിളിയിലേക്കുള്ള അറിവുകളും ആ വിളിയിലേക്കുള്ള പഠനങ്ങളും ആ വിളിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റും നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ ഉയർത്താൻ പറ്റത്തുള്ളൂ. ഏറ്റവും വലിയ മൈൻഡ് പ്രിപ്പറേഷനാണ് ശരിക്കും ദാവീദിന് ദൈവം കൊടുത്തത്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്ന സമയം ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്തോ ഇല്ലയോ? ചെയ്തു. പക്ഷേ യഹോവയുടെ ആത്മാവ് ശക്തമായ ആ സമയം മുതൽ ദാവീദിൻ്റെ മേൽ വന്നു എന്നും പറഞ്ഞു. വന്നോ ഇല്ലയോ? വന്നു എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മാൻഡിൽ റിലീസായി. കാരണം അഭിഷേകം ചെയ്യപ്പെട്ടു, മാൻഡിൽ റിലീസായി. പക്ഷെ ദാവീദ് രാജാവായില്ല. മാൻഡിൽ ലഭിച്ചതിന് ശേഷം തൻ്റെ മേലൊരു പുതപ്പ് വന്നു, തൻ്റെ മേലൊരു അഭിഷേകം വീണു. മാൻഡിൽ ലഭിച്ചതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? മാൻഡിൽ ലഭിച്ചാൽ ഉടനെ രാജാവാകണം, അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. ദൈവ സാന്നിധ്യം വന്നാൽ ഉടനെ നമുക്കൊരു സാഹചര്യം മാറണം. അത് നമ്മുടെ ആവശ്യമാത്, തെറ്റല്ലത്, നമ്മുടെ ആവശ്യമാത്. കാരണം സാഹചര്യം മാറിയാലേ പറ്റൂ. ഇപ്പം ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഇന്ന് എന്നോടൊരു കുടുംബം എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ്, പാസ്റ്റർ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് പോലീസുകാരും കുറച്ച് ഉദ്യോഗസ്ഥരും ഒക്കെ വന്ന് ഇന്ന് ഉച്ചയ്ക്ക് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയി. ഏപ്രിൽ 6-ാം തീയതി ഞങ്ങളുടെ വീട് ജപ്തി മാറിക്കൊടുത്തേക്കണം എന്ന് പറഞ്ഞാണ് അവർ ഒട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അത് കേൾക്കുന്ന എനിക്കിത്ര സങ്കടം. അപ്പോൾ അത് അനുഭവിക്കുന്ന അവരോ? അപ്പം ഞാൻ അവരോട് പറയുകയാണ്, അവരുടെ സാഹചര്യം എന്താ? അവർക്ക് ഇന്ന് സാഹചര്യം മാറിയിരിക്കണം. അത് ന്യായമായ കാര്യമല്ലേ ദൈവമക്കളെ? അത് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അവിടെ ഈ കാര്യത്തിൽ നിങ്ങൾ കറക്റ്റാവും, ആ കാര്യത്തിൽ കറക്റ്റാവും, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, നിങ്ങൾ അല്ല. അവരെ സംബന്ധിച്ച് ആ സാഹചര്യം മാറുക, ജപ്തി ക്യാൻസലാകുക എന്നുള്ളതാണ് ന്യായമായ കാര്യമാണ്. ദൈവം തമ്പുരാൻ അത് അറിയുന്നു. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വെച്ചത് പറയുമ്പോൾ ആ ജപ്തി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലായിപ്പോട്ടെ. നോക്കിയേ, അവിടെ ഉടനെ അദ്ദേഹം രാജാവായില്ല ദാവീദ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം മാൻഡിൽ ലഭിച്ചതിന് ശേഷം ആ മനുഷ്യൻ 3 സ്റ്റേജിലൂടെ കടന്നുപോയി. 3 സ്റ്റേജിലൂടെ കടന്നുപോയി. ഒന്ന്, അദ്ദേഹം കാടിൻ്റെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. ദാവീദിന് മാൻഡിൽ ലഭിച്ച ഉടൻ കാടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. 2, ശൗലിൻ്റെ പെർസിക്യൂഷൻ, ശൗലിൻ്റെ ഭീഷണി, കുലപാതക ഭീഷണിക്കകത്തുകൂടെ ശൗൽ എങ്ങനെയെങ്കിലും ദാവീദിനെ വക വരുത്തണം എന്നുള്ള നിലയിൽ മരണ ഭീഷണിക്കകത്തുകൂടെ ആ മനുഷ്യൻ കടന്നു. അത് വല്ലാത്തൊരു കടന്നുപോകലാണ്. അതാ ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. പാത്തിരിക്കും, കഴുത്ത് കാണുവാണെങ്കിൽ കണ്ടിക്കുക എന്നുള്ള രീതിയിൽ വാളോങ്ങി നിൽക്കുന്നൊരവസ്ഥയുടെ മുന്നിലൂടെ ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. 3-ാമത്തതാണ് കേവ് ഓഫ് അദുല്ലാം ഗുഹയ്ക്കകത്തുള്ള ആ മനുഷ്യൻ്റെ ജീവിതം. 3 സ്റ്റേജിനകത്തുകൂടെ കടന്നുപോയി ആ മനുഷ്യൻ. ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 22-ാമത്തെ അധ്യായം, ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനമൊക്കെയും അത് കേട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. ഞെരുക്കമുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങളത് അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഭാഗമാകാൻ സാധ്യതയുണ്ട്. ഈ ഇതിനകത്ത് ഭയങ്കര ദൂതുണ്ടല്ലോ. എനിക്കിനി നിങ്ങളെ വേണം കേട്ടോ, എനിക്കിനി നിങ്ങളെ വേണം. ഈ
സാവൂളിൻ്റെ പ്രോസിക്യൂഷൻ അവിടെ നിൽക്കട്ടെ, കാടിൻ്റെ അനുഭവം അവിടെ നിൽക്കട്ടെ. ഈ അതുല്ലാം ഗുഹയ്ക്കകത്തുള്ളവർ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഗുഹയുടെ അനുഭവം അതൊന്നുമല്ല. അല്ലാത്തൊരു ദൂത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ കൂടെ വായോ. ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഗുഹയ്ക്കകത്ത് താൻ ഭയപ്പെട്ട് കഴിയുമ്പോഴും തൻ്റെ മുൻപിൽ 3 കൂട്ടർ വന്നു. 3 സ്റ്റേജിനകത്തുകൂടെ ഒന്നുകൂടെ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഇത് ഭയങ്കര ഡീപ്പാണ്. ഇതൊരു ദൂതാണ്. ഇതൊരു നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ്. നിങ്ങളുടെ മേലൊരു അഭിഷേകം വന്നപ്പോൾ, നിങ്ങളുടെ മേലൊരു ദൈവ സാന്നിധ്യം വന്നപ്പോൾ, നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ, നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ, ഒരു ആത്മീയ ഉണർവ് നിങ്ങൾക്കുണ്ടായപ്പോൾ, ഉടനെ നിങ്ങളുടെ ജീവിതത്തെ എതിരേറ്റത് നന്മയല്ല, ഐശ്വര്യമല്ല, സാഹചര്യം മാറിയതല്ല, വിടുതലല്ല, യാതൊരു തരത്തിലുള്ള ഉയർച്ചയല്ല. നിങ്ങളെ എതിരേറ്റത് പ്രോബ്ലംസ് ആയിരിക്കാം. നല്ല ഒരു പവർ മീറ്റിങ്ങിന് പോയിട്ട് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ നിങ്ങളെ എതിരേറ്റത് സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കത്തില്ല, ഭയങ്കര വല്ലാത്ത ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ചർച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സ്നേഹസ്വരൂപരായിട്ടുള്ള മനുഷ്യരെ ആയിരിക്കത്തില്ല, ടോക്സിക് ആയിട്ടുള്ള വാക്കുകളായിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, നിങ്ങളെ റിസീവ് ചെയ്യുന്നത്. ദാവീദിന്റെ മേലും അതിശക്തമാകുന്ന ഒരു മാന്റിൽ തന്റെ മേൽ വന്നപ്പോൾ തനിക്ക് 3 സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. 1 കാടിന്റെ അനുഭവം, 2 ശൗലിൽ നിന്നുള്ള അനുഭവം, 3 അതുല്ലാം ഗുഹ. താൻ അതുല്ലാം ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും മാന്റിൽ തന്റെ മേൽ ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ ഇന്ന് ഈ പ്രശ്നത്തിനകത്തിരിക്കുമ്പോഴും നിങ്ങളിലൊരു മാന്റിൽ ദൈവത്തിൻ്റെത് ഉണ്ട് എന്നുള്ളതിന്റെ സൈനാണ് ഞാൻ പറയുന്നത്. താൻ ഈ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും, താൻ ഗുഹയ്ക്കകത്ത് ജീവൻ പിടിച്ചിരിക്കുമ്പോഴും തൻ്റെ മുമ്പിൽ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. ഈ പ്രത്യേകിച്ച് ദൈവദാസന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ പറയും, എന്താടാ നിനക്കൊന്നും പ്രാർത്ഥിച്ച് പൈസ മേടിച്ചൂടെ ദൈവത്തിൻ്റെ എന്ന്. രോഗം വന്നാൽ പറയും, നിങ്ങളൊക്കെ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവരല്ലേ, പ്രാർത്ഥിച്ചെന്താ ദൈവത്തിൻ്റെ എന്ന് സൗഖ്യം മേടിച്ചൂടെ. ഇവിടെ കിടപ്പുണ്ട്. ദാവീദിന്റെ മേൽ ഒരു മാന്റിൽ ഉണ്ടായിരുന്നപ്പോഴും നിങ്ങളോടും പറഞ്ഞിട്ടില്ലേ, ഭയങ്കര പ്രാർത്ഥനാകാരിയല്ലേ, എന്താ പ്രാർത്ഥിച്ച് മോന്റെ കാര്യത്തിൽ വിടുതൽ മേടിക്കുന്ന, ഭയങ്കര പ്രാർത്ഥനക്കാരിയല്ലേ, പ്രാർത്ഥിച്ച് വീട്ടിൽ സമാധാനം ഉണ്ടാക്കുക, പ്രാർത്ഥിച്ച് സമ്പത്തുണ്ടാക്കുക, പ്രാർത്ഥിച്ച് ഈ മാസത്തെ ലോണിനുള്ള പൈസ ഉണ്ടാക്കുക, പ്രാർത്ഥിച്ച് ജോലി നേട്, പ്രാർത്ഥിച്ച് വിദേശത്ത് പോ, ഇതെല്ലാം പ്രാർത്ഥനയിലേ വന്ന് വീഴത്തുള്ളൂ. വായ്, നിങ്ങളുടെ മേലൊരു മാന്റിലുള്ളതുകൊണ്ട്. ദാവീദിന്റെ മേൽ മാന്റിൽ ഉണ്ടായിരുന്നു, ദാവീദിന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം കടന്നുപോയ അവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ, ഇത് അഭിഷേകമുള്ളവന്റെ പ്രത്യേകതയാണ്. ഗുഹയ്ക്കകത്ത് താൻ ഇരിക്കുമ്പോഴും അവിടെ ഉണ്ട് ദാവീദ് എന്നറിഞ്ഞിട്ട് ഞെരുക്കമുള്ളവർ. ദാവീദ് എന്താ അവസ്ഥ? ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാ. ദാവീദിന്റെ അടുത്ത് വന്ന ഒരു കൂട്ടരാരാ? ഞെരുക്കമുള്ളവർ. 2 കടമുള്ളവർ. പുറത്തോട്ട് ഇറങ്ങാതെ പൈസ കിട്ടാത്ത ആളാണ് ദാവീദ്. ആ ഉള്ളതും കൊണ്ട് താൻ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും ദാവീദിന്റെ അടുത്ത് കടമുള്ളവർ. 3 സന്തുഷ്ടിയില്ലാത്തവർ. ഇദ്ദേഹം ഇതിനകത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവാണോ? അദ്ദേഹത്തിൻ്റെയും സന്തോഷമെല്ലാം ഒരു വല്ലാത്ത രീതി ദൈവത്തിനോട് സങ്കീർത്തനങ്ങളും പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് അങ്ങനെ നാളുകൾ കഴിക്കുന്ന മനുഷ്യനാകുന്ന ദാവീദിന്റെ അടുത്ത് സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. ഈ വന്നവരെ ഒന്ന് കൈ ഒഴിഞ്ഞ്, ഇതേതാ സ്റ്റേജ് എന്നറിയാവോ? ഇത് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ ദൈവം പഠിപ്പിച്ച സ്റ്റേജാണ്. 3 സ്റ്റേജിലൂടെ ഞാൻ കടന്നുപോയി എന്ന് പറഞ്ഞു ദാവീദ് മാന്റിൽ ലഭിച്ചതിന് ശേഷം. ഈ 3 സ്റ്റേജിൽ, 1 ദൈവം ദാവീദിനെ പഠിപ്പിച്ചത്, 1 റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ, 2 പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ, 3 പവർ ഹാൻഡിൽ ചെയ്യാൻ. ഓ റിമാന ഹന്തൽ ഖമനാമ. 3 കാര്യങ്ങളാണ് ദാവീദിന്റെ ലൈഫിൽ ദൈവം പഠിപ്പിച്ചത്. നമുക്ക് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന ദാവീദും രാജാവായ ദാവീദിനെ കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷെ അദ്ദേഹം എങ്ങനെ ഇത്രയും പരിശുദ്ധാത്മാവുള്ള മനുഷ്യനായി തീർന്നു, ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല.
എങ്ങനെ പരിശുദ്ധാത്മാവുള്ള മനുഷ്യരായി തീർന്നു? ദൈവത്തിൻ്റെ 3 സിലബസുകൾ ദാവീദ് പഠിച്ചതുകൊണ്ടും ആ പഠനത്തിൻ്റെ നടുവിൽ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും. 3 സിലബസ്, 3 കാര്യങ്ങൾ പഠിപ്പിക്കാനായിരുന്നു. ഇവിടെയൊക്കെ ദൈവം ട്രെയിൻ ചെയ്തത് മനസ്സിനെയാണ്. ദാവീദിന്റെ മസിലൊന്നും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല, മനസ്സിനെയാണ് ട്രെയിൻ ദൈവമക്കളെ, ദൈവം നമ്മുടെ മനസ്സിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരല്പദേഷ്യമുള്ള ഒരാളാണ്, അതുപോലെ സ്നേഹമുള്ള ഒരാളുമാണ്. അല്പദേഷ്യമുള്ള ഒരാളാണ്, അതുപോലെ സ്നേഹമുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും അതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ DNA ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ബ്ലഡ് ലൈനുമായിട്ട് വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം, വളർന്നു വന്ന ചുറ്റുപാടുകൾ, ഇതെല്ലാം ഒരുപാട് ഘടകങ്ങളാണ്. ഇതിനകത്തുനിന്നൊക്കെ ദൈവം നമ്മളത് അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് ദൈവം എന്നെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു മുന്നോട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ദൈവത്തോട് പറയുന്ന കാര്യം, കർത്താവേ, എനിക്ക് ആംഗ്രി മാനേജ്മെൻറ്റ്, അതിനൊരു പ്രത്യേക കൃപ എനിക്ക് തന്നേ പറ്റൂ. എപ്പോഴും നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു എന്നൊക്കെ പറയുമ്പോഴും നമ്മെ എപ്പോഴും പഴയ ഒരു സാഹചര്യത്തിനകത്ത് കൊണ്ടുപോകാൻ പ്രഷർ ചെയ്യുന്ന വല്ലാത്ത ഈവിൾ റിലം നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർ അങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റേഴ്സിനെ ആണെങ്കിലും ആരെയാണെങ്കിലും ആ പഴയ അവസ്ഥയിലേക്ക്, പഴയ മനുഷ്യനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വല്ലാത്ത ഈവിൾ റിലത്തിനകത്താണ് അഭിഷേകമുള്ളവർ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് തിരുവെഴുത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ മനസ്സ് പുതുക്കൽ വൺ ടൈം ഉള്ള പ്രോസസ്സല്ല, ഇത് വൺ ടൈം ഉള്ള ഒരു പ്രോസസ്സല്ല, ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഇൻസ്റ്റൻ്റ് അല്ല, ഇതൊരു പ്രോസസ്സാണ്. ഈ മാൻറ്റിൽ എന്ന് പറയുന്നത്, ഈ ഡെലിവറൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആണ്. പക്ഷെ മാൻറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്സ്. മാൻറ്റിൽ ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ അവൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. 6 വർഷമുള്ള ശുശ്രൂഷയല്ല ദൈവം എനിക്ക് ഇപ്പം തന്നേക്കുന്നത്. ഈ ശുശ്രൂഷയല്ല ഇനി ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ എന്നിൽ നടക്കാൻ പോകുന്നത്. പ്രോസസ്സാണ്. പ്രോസസ്സ് ഒരു വ്യക്തിയിൽ നടന്നില്ലെങ്കിൽ അവൻ വളരത്തില്ല. നിങ്ങളുടെ മക്കളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ അവർ വളരുമോ? അവർ 5 വയസ്സുള്ളതുപോലെയാണോ 15 വയസ്സിൽ ഇരിക്കുന്നത്? അതുപോലെയാണോ 25 വയസ്സിൽ? ഇത് പ്രോസസ്സാണ്. ഇതൊരു ലൈഫ് ആയതുകൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അല്ലേ? ലൈഫ് ആയതുകൊണ്ടാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾസോ എ ലൈഫ്. അതുകൊണ്ട് അതിനകത്തും ഒരു പ്രോസസ്സ് നടന്നേ പറ്റൂ. അനുദിനം മൈൻഡ് റിന്യൂ ചെയ്തേ പറ്റൂ, അഭിഷേകം റിന്യൂ ചെയ്തേ പറ്റൂ, അതോറിറ്റി നമ്മളിൽ ആക്റ്റീവായേ പറ്റൂ. ഇതിങ്ങനെ നടന്നേ പറ്റൂ. ആ പ്രോസസ് സ്റ്റേജിലാണ് ദാവീദ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുല്ലാം ഗുഹയ്ക്കകത്ത് താൻ ഇരിക്കുമ്പോഴും തന്നെ കാണാൻ വന്നവരെല്ലാവരും മണിയും കൊണ്ട് വന്നതല്ല. തന്നെ കാണാൻ വന്നവർ സന്തോഷമില്ലാത്തവർ, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ എല്ലാവരും ദാവീദിൻ്റെ അടുത്ത് വന്നു. ദാവീദ് അതിനെയെല്ലാം സോൾവ് ചെയ്തു. ദാവീദ് ഈ നമ്മുടെ മേൽ തന്നേക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ ദേവന്നു ദാപോയി പറയാനല്ല. നമ്മുടെ മേൽ തന്നേക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള ഒരു അനോയിൻറ്റിംഗ് ആണ്. മാൻറ്റിലിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ മേൽ ദൈവിക മാൻറ്റിൽ ഉണ്ടെങ്കിൽ, ഡിവൈൻ മാൻറ്റിൽ അവൻ്റെ മേലുണ്ടെങ്കിൽ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യും. നിങ്ങളുടെ ഓഫീസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന, എല്ലാവരും ആകെ മൊത്തത്തിൽ വല്ലാതെ ബേജാറായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളൊരു സ്പെഷ്യൽ അനോയിൻറ്റഡ് ആണെങ്കിൽ നിങ്ങളവിടെ ഇത്രയുള്ള വിഷയം, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യും. നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു 10 പേർ കയറി വരും, 10 ഗസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ദിവസവും 2 പേർക്ക് ചോറിടുന്ന അമ്മയ്ക്ക് ആകെ മൊത്തം അസ്വസ്ഥതയാകും. അയ്യോ 10 പേരുണ്ട്, 10 പേർക്ക് അരി വേകാനുള്ള കലവില്ല, 10 പേർക്ക് ചായ ഇടാനുള്ള പാത്രമില്ല എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം അവിടെ പ്രശ്നമാവും. പക്ഷെ നിങ്ങൾ ഒരു അതോറിറ്റി പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഒരു അനോയിൻറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ഒരു ദൈവകൃപ ലഭിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ഒന്ന് സമാധാനപ്പെട്, ഇന്ന രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ 10 പേർ വരും. 20 പേർക്കുള്ള ഡെലീഷ്യസ് ഫുഡ് വേണമെങ്കിലും അവിടെ സെർവ് ചെയ്യാൻ പാകത്തിന് സമൃദ്ധി ഉണ്ടാകും. ആകെ മൊത്തത്തിൽ
ആകെ മൊത്തത്തിൽ ഒരു 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 വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ആകുന്ന സമയത്ത് ഓഫീസിൽ പോകാൻ സമയം, സ്കൂളിൽ പോകാൻ സമയമായി, വണ്ടി സ്റ്റാർട്ടാകുന്നതിൽ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആകും, കൈയും കാലും ഫ്രീസായി അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ദൈവകൃപയുള്ളൊരു മനുഷ്യനാണെങ്കിൽ ആ സെക്കൻഡിൽ കൃത്യമായിട്ട് ആ പ്രോബ്ലം മറ്റൊരു റെമഡി അവിടെ സജസ്റ്റ് ചെയ്ത് ആ റെമഡിയിലൂടെ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്ത് ഈ കാറിൻ്റെ പ്രോബ്ലവും പിന്നത്തേതിൽ അവൻ അത് സോൾവ് ചെയ്യാനുള്ള ഒരു 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 കഴിവ് അവനിലുണ്ട്. ഇത് കഴിവ് എന്നതിനേക്കാൾ ഇതൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് നല്ലത്. ഇതൊരു ഗിഫ്റ്റാണ്, ഇത് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇതിൻ്റെ പുറകിലൊരു അഭിഷേകമുണ്ട്. ഇവിടെ ദാവീദിൻ്റെ മുന്നിലും ഇത്രയും സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇതുപോലൊരു ക്ഷാമം ശമരിയയിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ, ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ 2 സ്ത്രീകൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ, വിശക്കുന്നു, എൻ്റെ മകനെ പുഴുങ്ങിക്കൊടുത്തിട്ട് ഇവളുടെ മകനെ എനിക്ക് പിറ്റേ ദിവസം പുഴുങ്ങിത്തരാമെന്ന് പറഞ്ഞ് അവളെനിക്ക് തന്നില്ല, ഇതിന് കേസെടുക്കണമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ പോയ സമയത്ത് രാജാവ് മൊത്തത്തിൽ ദേഷ്യപ്പെട്ടവനാണ്, കോപപരവശനായി. രാജാവ് വസ്ത്രം കീറി, രാജാവ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രാജാവ് ദേഷ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ സന്തോഷമില്ലാത്തവർ, കടബാധ്യതയുള്ളവർ, ഞെരുക്കമുള്ളവർ എല്ലാവരും ദാവീദിൻ്റെ മുന്നിൽ വന്നപ്പോൾ ദാവീദ്, ഞാനേ ഇവിടെ പേടിച്ച ഈ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുന്നു, ഇവിടെ എനിക്കൊരു സ്വസ്ഥത തരില്ലേ, കടക്ക് പുറത്ത് എന്നൊന്നും ദാവീദ് പറയാൻ നിന്നില്ല. ദാവീദ് ആ പ്രശ്നത്തെ അവിടെ സോൾവ് ചെയ്തു. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മേലൊരു മാൻഡിലുള്ളതിൻ്റെ തെളിവ് ഗുഹയുടെ അനുഭവം ഇല്ലാതിരിക്കലല്ല, നിങ്ങളുടെ മേൽ ഒരു പോരാട്ടം ഇല്ലാതിരിക്കലല്ല. ഏത് സിറ്റുവേഷൻ്റെ അകത്തും നിങ്ങൾക്കതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സ്പെഷ്യൽ അതോറിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ്. അടുത്തത്, നിങ്ങൾ കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്ത് കടക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, നിങ്ങൾ പ്രശ്നബാധിതരായിരിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളുള്ളവർ നിങ്ങളോട് വേദനകൾ പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കുന്ന സമയത്ത് സമദുഃഖിതരായവരുമായി നിങ്ങൾ പരിചയപ്പെടുന്നത് വെറുതെ അല്ല, അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു മാന്റിലിന്റെ പ്രത്യേകത കൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എനിക്ക് തന്നെ പ്രശ്നം, ആ പ്രശ്നം തന്നെ ഞാൻ പരിഹരിച്ചിട്ടില്ല, പിന്നെ എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, ഇങ്ങനെ വേദനിക്കുന്നവരെല്ലാം കൂടെ എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ എന്നോട് അഡ്വൈസ് ചോദിക്കുന്നത്? കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ മേലൊരു മാന്റിൽ കിടപ്പുണ്ട്. ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ അതും ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങളപ്പോൾ എന്താ നടന്നേ? ഒന്ന്, റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ദാവീദ് പഠിച്ചു. കാടിൻ്റെ അനുഭവങ്ങളിൽ തന്നെ അഭിഷേകത്തിന് തന്നെ ആരും ഇൻവൈറ്റ് ചെയ്തില്ല, പക്ഷെ ദൈവം ഇൻവൈറ്റ് ചെയ്തു. റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. 2, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. പല പ്രശ്നങ്ങളാണ് തനിക്ക്, പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ശൗലിൽ നിന്നുള്ള പ്രഷർ, മരണ പ്രഷർ, ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള പ്രഷർ, സമ്പത്തിനെ സംബന്ധിച്ചുള്ള പല പ്രശ്നങ്ങൾ ദാവീദ് ഹാൻഡിൽ. പ്രഷർ മാനേജ്മെന്റ് ചെയ്യാൻ പഠിച്ചു, പവർ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു, അതോറിറ്റി ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ശൗലിൻ്റെ കഴുത്തിന് വാള് വെക്കാനുള്ളൊരവസരം അദ്ദേഹത്തിന് കിട്ടി. ഇതൊരു ടെസ്റ്റാണ് കേട്ടോ. നമുക്ക് പലരെയും പറയാനൊക്കെ ഒരു അവസരം ദൈവം തരും, വേണമെങ്കിൽ 2 പൊട്ടിക്കാനുള്ള അവസരം മുമ്പിൽ വരും. പക്ഷെ നീ അത് ചെയ്താൽ നീ അവിടെ തോറ്റു. ശ്രദ്ധിക്കുക, ദാവീദിൻ്റെ ആ ഒരു മൈൻഡ് റിന്യൂ ചെയ്തതിൻ്റെ കാര്യമായി പറയുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. മൈൻഡ് റിന്യൂ ചെയ്യാനുള്ള മൈൻഡ് ദൈവത്തിൻ്റെ ടെസ്റ്റ്. അത് ശൗല് ദാവീദിനെ കൊല്ലാനാണേ നടന്നത്. കാര്യം എന്താ? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞ് ഗോലിയാത്തിനെ തള്ളിയിട്ടപ്പം മുതൽ ജനം പാടാൻ തുടങ്ങിയത്. ദാവീദിന് നല്ല പേര് വരുന്നു, എനിക്ക് രാജാവായ എനിക്ക് പേരില്ല. അസൂയ, ജലസി, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ജലസി. ദാവീദിനെ അപ്പോൾ കൊല്ലണം, ദാവീദിനെ കൊന്ന് അവൻ്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തണം, ഇനി ജനം അവൻ്റെ പേര് ഉച്ചരിക്കരുത്. ഇതാ ശൗലിൻ്റെ ഉദ്ദേശം. അപ്പം ശൗല് ദാവീദിനെ കൊല്ലാനാണ് നടന്നത്. പക്ഷെ ദാവീദിൻ്റെ വാൾമുനയ്ക്ക് ശൗല് വന്ന് നിന്നു. പക്ഷെ ശൗലോട്ട് അറിഞ്ഞുമില്ല. തൊട്ട് പുറകിൽ ദാവീദ് വാളുമായിട്ടാണ് നിൽക്കുന്നത്. ഒരു സൈനിന് വേണ്ടി വസ്ത്രത്തിൻ്റെ ഒരു ഖണ്ഡം മാത്രം കണ്ടിച്ചിട്ട് പുള്ളിയുടെ മുന്നേ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വേണമെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലായിരുന്നു, പക്ഷെ ഞാൻ ദൈവത്തോട് ദോഷം ചെയ്യത്തില്ല. ദാവീദ് പറഞ്ഞൊരു വേർഡ് ഭയങ്കര ശ്രദ്ധേയമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ
ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. മേലങ്കിയുടെ അറ്റം മുറിച്ചെടുത്തു. 6-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. അവൻ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ യഹോവയുടെ അഭിഷിക്തനെ തൊടത്തില്ല. തൊട്ട് താഴെയുണ്ട്, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. മക്കളെ, ശൗല് അസൂയുള്ളവനായിരിക്കാം, ദുഷ്ടനായിരിക്കാം, കുറവുകളുള്ളവനായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ, ദൈവത്തിൻ്റെ അഭിഷേകത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് മാന്റിലിൻ്റെ പ്രത്യേകതയാണ്. നിന്റെ മേലുള്ളതിൻ്റെ പ്രത്യേകതയാണ് നിന്നിലൂടെ പുറത്തു വരുന്ന ഔട്ട്പുട്ട് കാണിക്കുന്നത്. അതാ പറഞ്ഞ, ദൈവം അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ദിവസം ഇതാണ്, ദാവീദെ കൊല്ലടാ അവനെ, അല്ലെങ്കിൽ കൊല്ലു ദാവീദെ എന്ന് കൂടെ നിന്നവർ പറഞ്ഞപ്പോൾ പറഞ്ഞത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ. കാര്യം, ഞാൻ അവൻ്റെ ശത്രുവായിരിക്കാം, പക്ഷെ അവൻ എൻ്റെ ശത്രുവല്ല. അവൻ യഹോവയുടെ ആരാ യഹോവയുടെ അഭിഷിക്തൻ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യഹോവയുടെ അഭിഷിക്തൻ. സോ ഇവിടെ ശൗലാണോ അല്ലയോ എന്നുള്ളതല്ല, ഇവിടെ ഒരു ശൗലാണോ, ഇവിടെ ഒരു ജോണാണോ, ഇവിടെ ഒരു ഫിലിപ്പാണോ എന്നുള്ളതല്ല. ഇവിടെ അഭിഷേകമാണ് വിഷയം. സോ ഞാൻ യഹോവയുടെ അഭിഷിക്തനെ ഞാൻ തൊടത്തില്ല. അവിടെ ദൈവം ദാവീദിൽ പ്രസാദിക്കുകയാണ്. നമ്മുടെ അറിവുകേട് കൊണ്ട്, നമ്മുടെ ചിന്തയില്ലായ്മ കൊണ്ട് നമ്മൾ അഭിഷേകമുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാം ഒരുപോലെ നമ്മൾ പറയുന്നവരായിരിക്കാം. പക്ഷെ അഭിഷേകമുള്ളൊരു വ്യക്തിയെ, അവർ നിങ്ങൾക്ക് വലിയവരായിരിക്കത്തില്ല, അവർ നിങ്ങൾക്ക് വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ദൈവത്തിന് അത് വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ അഭിഷേകമുള്ള വ്യക്തി ദൈവത്തിന് വലിയ കാര്യമാണ്. നമ്മുടെ മുമ്പിൽ അയ്യേ പുള്ളി എന്തുവാ, പക്ഷേ ദൈവത്തിന് ആ വ്യക്തി വലിയ കാര്യമാണ്. അത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ഗ്രാൻഡ് മദർ ആയിരിക്കാം, നിങ്ങളുടെ പാരൻ്റ് ആയിരിക്കാം. ദൈവത്തിന് അത് വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനെ ഞാൻ തൊടത്തില്ല. എന്താണ് പറഞ്ഞതെന്നറിയാവോ? അവന് പവർ ഉണ്ടായിരുന്നു, അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാത്തതിൻ്റെ കാരണം, പവറില്ലേ ദാവീദിന് വെട്ടിക്കൂടെ? വെട്ടാം. വാളില്ലേ? വെട്ടാം. അവസരമില്ലേ? ചെയ്യാം. ആരെങ്കിലും പുള്ളിയെ തൂക്കിക്കൊല്ലുവോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്തില്ല? മൈൻഡ് റിന്യൂഡ് ആയിരുന്നു. അത്രയും പ്രോസസ്സിനകത്തൂടെ ദാവീദിനെ ദൈവം ട്രെയിൻ ചെയ്തു. മൈൻഡാണ് ട്രെയിൻ ചെയ്തത്. അതുല്ലാം ഹുഗയിൽ മൈൻഡാണ് അവിടെ ട്രെയിൻ ചെയ്തത്. ഇത്രയും കണ്ട ആൾക്കാരെ, പല പ്രശ്നങ്ങൾക്കകത്ത് കിടന്നവരെ മുന്നിലേക്ക് കൊണ്ടുവന്നത് മൈൻഡാണ് റിന്യൂ ചെയ്ത്. പ്രഷർ മാനേജ്മെൻറ്റ്. ഒരു കടക്കാരൻ അവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ രോഗി ഇവിടെ നിന്ന് നിലവിളിക്കും, സന്തോഷമില്ലാത്ത അവിടെ നിന്ന് നിലവിളിക്കും. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കെൻ്റെ പാസ്റ്ററെ. സി നോക്കി, മൈൻഡ് റിന്യൂ ചെയ്യും. പ്രഷർ മാനേജ്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. നിങ്ങളുടെ വീട്ടിനകത്ത് 5 പേരുണ്ടോ 6 പേരുണ്ടോ? ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കും. ഒരു വ്യക്തി ഒരു പ്രശ്നം പറയും, മറ്റൊരാൾ വേറൊരാൾ പറയും. ഒരാൾ ഒരു ഇഷ്ടം പറയും, മറ്റൊരാൾ വേറൊരു ഇഷ്ടം പറയും. നമ്മുടെ ഇഷ്ടം കേൾക്കാൻ ആരുമില്ല. നമ്മൾ മൊത്തത്തിൽ പ്രഷർ കൊണ്ട് ഇപ്പം പൊട്ടിത്തെറിക്കുന്ന പ്രഷർ കുക്കർ പോലെ ഇരിക്കും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക, പ്രഷർ മാനേജ്മെൻറ്റിന് ദൈവം തന്ന അവസരങ്ങളെ നമ്മൾ പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ പ്രഷർ കുക്കർ ചീറ്റുന്ന പോലെ ഒറ്റ ചീറ്റലിന് ഭർത്താവ് അങ്ങോട്ട് തെറിച്ചു, 2 മക്കൾ ഇങ്ങോട്ട് തെറിച്ചു, പിന്നെ അവിടെ ആരുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രഷർ മാനേജ്മെൻറ്റ്. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ച സമയത്ത് ഒരുപാട് റിന്യൂ ചെയ്യാനുണ്ട്. ഞാൻ അടക്കം നമുക്ക് ദാവീദിൻ്റെ അഭിഷേകമാണ് ഇഷ്ടം, ദാവീദിൻ്റെ ആ ആക്യുറസിയാണ് ഇഷ്ടം, ദാവീദിൻ്റെ ലൈഫാണ് ഇഷ്ടം, എല്ലാം ആണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളാണ് ഇഷ്ടം. പക്ഷേ ദാവീദിനെ ദൈവം ട്രെയിൻ ചെയ്തത് ഭയങ്കര വല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മാന്റിൽ പ്രിസർവ് ചെയ്തത്. ഹല്ലേലൂയ. യോസെഫിൻ്റെ കാര്യം പറയാനുള്ള സമയമില്ല. യോസെഫും ഈജിപ്തിൻ്റെ ഗവർണറായി മാറുന്നതിന് മുന്നേ, പ്രധാന ഭരണാധികാരിയായി മാറുന്നതിന് മുന്നേ വീടിനകത്ത് നിന്നാണ് ആദ്യത്തെ ട്രെയിനിങ്. റിജക്ഷൻ, അതും ഇതുപോലെ തന്നെ റിജക്ഷൻ. സഹോദരന്മാരാൽ റിജക്റ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ കച്ചവടത്തിലേക്ക് അവിടെ പോയി. അവിടെ താൻ ഫുൾ പ്രഷറാണ്. എത്ര കണ്ണുകൾ അദ്ദേഹത്തെ നോക്കുന്നേ. അവിടെ നിന്ന് പോത്തിഫറിൻ്റെ വീട്ടിലേക്ക്,
അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു ബാറ്റിൽ അവിടെ താൻ തന്നെ പ്രൂവ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, അവിടെ നിന്ന് ചെയ്യാത്ത തെറ്റിന് നേരെ പിന്നെ ജയിലിലേക്ക്, അവിടെ പിന്നെ താൻ 2-2.5 വർഷം 3 വർഷം വരെ താൻ അതിനകത്ത് നിന്ന് തൻ്റെ ഡ്രീംസ്, തൻ്റെ സ്വപ്നങ്ങൾ തന്നെ ദൈവം ഷാർപ്പാക്കിക്കൊണ്ടേയിരുന്ന സിറ്റുവേഷൻ. കാരാഗ്രഹത്തിനകത്ത് മിനിസ്ട്രി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് യോസഫിനെ ദൈവം അവിടെ നിന്ന് ട്രെയിൻ ചെയ്തു. അവിടെ നിന്ന് പിന്നെ വീണ്ടും തനിക്ക് ബെയിൽ കിട്ടി. വീണ്ടും വന്ന ഈജിപ്തിൻ്റെ ഏറ്റവും വലിയൊരു ഭരണാധികാരി തലത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ എത്തിച്ചതിൻ്റെ പിറകിലേക്ക് നോക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ 10-30 സെക്കൻഡുകൾ കൊണ്ട് തീരുന്ന പരീക്ഷണങ്ങളിലൂടെ ആയിരുന്നില്ല യോസേഫ് കടന്നുപോയത്. പകരം തീച്ചൂള എന്ന് നമ്മൾ പറയുന്ന സമ അനുഭവത്തിലൂടെയായിരുന്നു ആ മനുഷ്യൻ കടന്നുപോയത്. ദൈവമക്കളെ, ഒരു മാൻറ്റിൽ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ഏലിയാവിൻ്റെ പുറകെ നടന്നു. ഏലിയാവ് മാക്സിമം റിജക്റ്റ് ചെയ്യാൻ നോക്കി. ചെയ്തോ ഇല്ലയോ? ചെയ്തു. മാക്സിമം. എന്നെ ദൈവം അങ്ങോട്ട് വിളിച്ചു, ഞാൻ ബേഥേലിലേക്ക് പോകുകയായിരുന്നു ദൈവം എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോകുകയായിരുന്നു. പറഞ്ഞു, യജമാനൻ എവിടെ പോയാലും ഞാൻ കൂടെ കാണും, ഞാൻ കൂടെ ഉണ്ട്. എൻ്റെ വഴിച്ചെലവ് നിങ്ങൾ നോക്കണ്ട, എൻ്റെ ബസ് ഫെയർ നിങ്ങൾ എടുക്കണ്ട, ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ട്. മാക്സിമം ഏലിയാവ് ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഏലീശ വിട്ടില്ല. ലാസ്റ്റ് ടൈമിലാണ്, ഞാൻ ദൈവത്തിൻ്റെ അഗ്നിരഥങ്ങളിൽ എന്നെ എടുക്കുന്നത് നീ നേരിൽ കാണുമെങ്കിൽ പുതപ്പ് നിന്റെ മേൽ വീഴും. അത് നമുക്ക് പുതപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഏലീശ അതിനെ പ്രാപിക്കാൻ എടുത്തതും പ്രാപിച്ചതിന് ശേഷം അദ്ദേഹം ഫേസ് ചെയ്തതും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാൻറ്റിലിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ മേലൊരു മാൻറ്റിലുള്ളതിൻ്റെ, നിങ്ങളുടെ മേൽ അഭിഷേകം ഇല്ലാത്തതല്ല പ്രശ്നങ്ങളുടെ കാരണം. നിങ്ങൾക്കിതുപോലൊരു മാൻറ്റിൽ നിങ്ങളുടെ മേൽ ഇല്ലാത്തതല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം. നിങ്ങളുടെ മേലൊരു മാൻറ്റിൽ ഉണ്ട് എന്നുള്ളതും, നിങ്ങളൊരു അനോയിൻറ്റഡ് ആണ് എന്നുള്ളതും, നിങ്ങളൊരു ചൂസൺ വെസലാണെന്നുള്ളതും, നിങ്ങളൊരു ക്രൈസ്റ്റ് ജനറേഷൻ ആണ് എന്നുള്ളതും, ദൈവത്തിന് വേണ്ടപ്പെട്ട ഒരാളാണെന്നുള്ളതും, ഒരു ഡിവൈൻ അസൈൻമെൻ്റ് ആണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും തെളിവാണ് ഈ പ്രഷർ. ഇതിനെ മാനേജ് ചെയ്യാൻ കർത്താവ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരും. ഇതിനെ മാനേജ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. മാൻറ്റിൽ ക്യാരി ചെയ്യാൻ, ദൈവത്തിൻ്റെ മാൻറ്റിൽ നമുക്ക് ക്യാരി ചെയ്യാൻ 3 കാര്യങ്ങൾ നമുക്ക് വേണം. 3 തരത്തിലുള്ള കപ്പാസിറ്റി വേണം. ദൈവത്തിൻ്റെ മാൻറ്റിൽ ക്യാരി ചെയ്യാൻ 3 തരത്തിലുള്ള കപ്പാസിറ്റി വേണം. 1 ഇമോഷണൽ കപ്പാസിറ്റി, 2 സ്പിരിച്വൽ കപ്പാസിറ്റി, 3 ക്യാരക്ടർ കപ്പാസിറ്റി. 3 രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, 3 കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു സ്പിരിച്വൽ കപ്പാസിറ്റിയിലൂടെ ദാവീദിനെ ആണെങ്കിലും യോസെഫിനെ ആണെങ്കിലും നല്ലൊരു ഇമോഷണൽ കപ്പാസിറ്റിയുള്ള, നല്ലൊരു ക്യാരക്ടർ കപ്പാസിറ്റിയുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുകയായിരുന്നു ദൈവത്തിൻ്റെ മാൻറ്റിൽ ചെയ്തത്. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ നിലയിൽ ഒരു ഡിവൈൻ കപ്പാസിറ്റിയുള്ള, നല്ലൊരു ക്യാരക്ടർ കപ്പാസിറ്റിയുള്ള, നല്ലൊരു മെൻ്റൽ കപ്പാസിറ്റിയുള്ള, നല്ലൊരു ഇമോഷണൽ കപ്പാസിറ്റിയുള്ള, നല്ലൊരു സ്പിരിച്വൽ കപ്പാസിറ്റിയുള്ള, നല്ലൊരു ലീഡർഷിപ്പുള്ള, നല്ലൊരു മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റാൻ, ഒരു ഡിവൈൻ പൊസിഷനിലേക്ക് യോസെഫിനെ കർത്താവ് പ്രൊമോട്ട് ചെയ്തതുപോലെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ മേൽ കിടക്കുന്ന മാൻറ്റിൽ സാധിക്കും. ആ മാൻറ്റിലിന് സാധിക്കും. പ്രൂവ് ചെയ്യുക. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ തുറക്കുക. മാൻറ്റിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വൈകിപ്പിക്കുന്ന ഒന്നല്ല, പകരം നമ്മളെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിൻ്റെ ആ മാൻറ്റിൽ നമ്മുടെ മേൽ ആക്ട് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെ ദൈവം സൗഖ്യമാക്കും. നമ്മുടെ ഭയത്തെ, മനസ്സിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ഇമോഷൻസും കർത്താവ് റിമൂവ് ചെയ്യും. നമ്മുടെ ഐഡൻറ്റിറ്റി ദൈവം റിസ്റ്റോർ ചെയ്യും. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് റിസ്റ്റോർ ചെയ്യും. ഐഡൻറ്റിറ്റി റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മാൻറ്റിൽ റിലീസാകും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുവാണ്. എല്ലാ ദൈവമക്കളും ഈ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനൊരു മാൻറ്റിൽ
ഇന്ന് വിശ്വസിക്കുന്ന ചില ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. റീമാന ഹംഥേ റിയാംഥനോ ശംഥേ റിയാർത്ഥന റിഗൽ ഖമോറിയ ഓയിഡൽ ഖമോറിയാം ശക്തേ റിയാംഥന പ്രൗഢമധുരിബി ശംഥേ റിഗദൽ ഖമന ശഗദരബദരഗദ ജഗൽ അർത്ഥേരികതരക മധുരിബിതിരികത ശംഥൽക്കരം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് വ്യാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് വ്യാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് വ്യാപിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്തൊരു ഫേവർ, ഡിവൈൻ ഫേവർ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വെളിപ്പെടാൻ പോകുന്നു. ഒരു ഡിവൈൻ ഫേവർ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ മേൽ ഇട്ടിരുന്ന അഭിഷേകത്തെ, നിന്റെ മേലുള്ള ക്വാളിറ്റി, നിങ്ങളുടെ മേലുള്ള ആ ഒരു കോളിംഗ്, ആ കോളിങ്ങിലേക്ക് നിങ്ങളെ വിടാതെ വണ്ണം നിങ്ങളെ ഒരു ഇമോഷണൽ ബാറ്റിലിനകത്ത് നിൽക്കുന്ന ചില ദൈവമക്കളെ കർത്താവ് ഹാൻഡിൽ ചെയ്യുകയാണ്. കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഈ സമയം ആ ഒരു മഹത്വം ഇതിനകത്ത് കത്തട്ടെ. ഈ സമയം ഒരു മഹത്വം ഇതിനകത്ത് കത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മാൻറ്റിൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. അതിനുള്ള വിളിയുള്ളവരിലേക്ക് ഇന്ന് രാത്രിയിൽ ആ മാൻറ്റിൽ വന്ന് വീഴട്ടെ. വിളിയുള്ളവരിലേക്ക് ഇന്ന് രാത്രി ആ മാൻറ്റിൽ വന്ന് വീഴട്ടെ. ശംഥേരിയാംഥന രഗാർത്ഥേരി വൈഡൽ ഖമൗരിയാംഥന രഗത ജഗൽഖരം ശംഥരഗ മധുരരഗത ശഗദരലവദ രഗത ജഗൽഖരം അധുരരഗത രഗത ജഗദർ ഗമനഘടക ശംദന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ സാത്താനീയമാകുന്ന ഇറിറ്റേഷൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ സാത്താനിക ഇറിറ്റേഷൻ ദൈവനാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങൾ ദൈവനാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകുന്നവരായിട്ടല്ല, ദൈവത്തിന് അനുരൂപമാകുന്നവരായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവ് തൊടണം. ഈ സെക്കൻഡിൽ മനസ്സിനകത്ത് ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന എല്ലാ തിന്മയുടെ ചിന്തകൾ, എല്ലാ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, എല്ലാ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകൾ, എല്ലാ ഭയം, എല്ലാ ഭീതി, എല്ലാ ആകുലതകൾ, ആശയക്കുഴപ്പങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ഒരു ഹെവൻലി പവർ റിലീസ് ആകട്ടെ. എല്ലാ ആകുലതകൾ ഡിസപ്പിയർ ആകട്ടെ. മനസ്സിപ്പോൾ തന്നെ ശുദ്ധമാകുന്ന ഒരു ഹോളി വാട്ടർ ഇവരുടെ മനസ്സിലേക്ക് ഒഴുക്കണമേ പിതാവേ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് പർവ്വതം പോലെ ഇരിക്കുന്ന ചിലതിനെ, കുന്നുപോലെ ഇരിക്കുന്ന ചിലതിനെ തകർക്കുന്ന ഒരു ദൈവവചനത്തിന്റെ ശക്തി ഈ സെക്കൻഡിൽ ഇതിനകത്ത് വ്യാപിക്കുന്നു. അത് സ്വീകരിക്കുക. അത് എന്റെ മനസ്സിലേക്കാണ് എന്ന് പറയുന്നവർ അത് ആ മനസ്സിലേക്ക് സ്വീകരിക്കുക. ദൈവിക സൗഖ്യം മനസ്സിനകത്തുണ്ടാകട്ടെ. ഡിവൈൻ ഹീലിംഗ് ഇപ്പോൾ തന്നെ ആ ഫേവർ ലഭിക്കട്ടെ. ആ ഹെവൻലി പ്രൊവിഷൻസ് ഇതിനകത്തുണ്ടാകട്ടെ. ഹെവൻലി പ്രൊവിഷൻസ്, നിന്റെ സാഹചര്യം മാറേണ്ട പ്രൊവിഷൻ ദൈവം നൽകുമാറാകട്ടെ. നിന്റെ സാഹചര്യം മാറാനുള്ള പ്രൊവിഷൻ ദൈവം നൽകുമാറാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമഹത്വം ഇതിനകത്ത് വ്യാപിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇതിനകത്ത് വ്യാപിക്കട്ടെ. ഓരോ ജനത്തെയും സ്വർഗം ടച്ച് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ജനതയും ഈ സമയം പരിശുദ്ധാത്മാവ് സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മീറ്റിംഗിനകത്ത് തകർന്നവരായി കർത്താവേ, ദാവീദിന്റെ അടുത്ത് വന്നവർ, സന്തുഷ്ടിയല്ലാത്തവർ, സന്തോഷമില്ലാത്തവർ, കടക്കാർ, പല പ്രശ്നങ്ങൾക്കകത്ത് വന്നവരെ എങ്ങനെ താൻ ഹാൻഡിൽ ചെയ്തു, അവരുടെ വിഷയങ്ങളെ എങ്ങനെ താൻ പരിഹരിച്ചു, അതേ നിലയിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ജനത്തിന്റെ ഏത് വിഷയമാണോ, കടബാധ്യത, സന്തോഷമില്ലാത്ത അവസ്ഥ, ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥ, അതിനകത്ത് ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ
ഇന്ന് മുതൽ ഉണ്ടാകട്ടെ, ഇന്ന് മുതൽ ഉണ്ടാകട്ടെ, ഇന്ന് മുതൽ ഉണ്ടാകട്ടെ. ഞാൻ ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ ഈ വിഷയത്തിൻ്റെ മേൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.